വൃക്ഷം മണ്ണിൽ നിന്ന് വളം വലിച്ചെടുത്ത് വളരുന്നത് പോലെ എമിൽഡ തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങൾ മുഴുവൻ സ്വായത്തമാക്കുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. ഈ കുഞ്ഞ് എമിൽഡയുടെ ചെറുപ്പത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, ഈ എമിൽഡ ശരിക്കും ഈ ലളിത വസ്ത്രം ധരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം വീട്ടിൽ ഒരുപാട് സമ്പത്തുണ്ട്. ഈ ലളിത വസ്ത്രം ധരിക്കുന്ന വഴി പാവങ്ങൾക്ക് കുറേം കൂടെ സഹായം എത്തിക്കാൻ കഴിയും എന്ന ചിന്ത എമിൽഡയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എമിൽഡയുടെ കളിപ്പാട്ടങ്ങളൊക്കെ എമിൽഡ ഇങ്ങനെ കൂട്ടുകാരുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുമ്പം, പാവപ്പെട്ടവർ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുത്തിരുന്നു, ആ കുഞ്ഞുങ്ങൾക്കും ആ കളിപ്പാട്ടം എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് എമിൽഡയുടെ ദാനധർമ്മശീലം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ കുഞ്ഞ് എമിൽഡ സംസാരിക്കുമ്പോൾ ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ബെത്ലഹേമിനെ കുറിച്ചും യേശുവിൻ്റെ കാൽവരിയെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും നീതിമാനായ യൗസേപ്പിനെ കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ കൂട്ടുകാരോട് എമിൽഡ സംസാരിക്കുമായിരുന്നു. കൊച്ചു കൊച്ചു വാക്കുകളിൽ എമിൽഡ ഇത്തരത്തിലുള്ള വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കുമായിരുന്നു.